ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. അതിന് ഞാൻ എടുത്തിട്ടുള്ളത് നെത്തോലി, ചൂട എന്നൊക്കെ പറയും. ആ മീനാണ് എടുത്തിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ളൊരു മീൻകറിയാണ്. നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ചുവന്നുള്ളി കുറച്ചെടുത്തുണ്ട് ഞാൻ, വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, തക്കാളി വലുതാച്ചിങ്ങി ഒന്ന്, ചെറുതാച്ചിങ്ങി രണ്ടെണ്ണം എടുക്കണം. പിന്നെ പുളി പിഴിഞ്ഞത്, മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അതൊന്ന് ചെറിയുള്ളൊക്കെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. നമുക്കത് ചെയ്യാം. അതിനാവശ്യത്തിന് ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇനി ആ പാത്രം ചൂടായിട്ട് വരട്ടെ. ഇപ്പം ഇതാ പാത്രം ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. അധികം പണിയും കാര്യങ്ങളൊന്നുമില്ല. തേങ്ങ അരച്ച് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ്. അപ്പം അതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ഒന്ന് വാടി വരുന്നു വേണ്ട, ചെറുതായിട്ടൊന്ന് പച്ചമണം ഒന്ന് വിട്ടു വന്നാൽ മതി. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി, നല്ല വാടൊന്നും വേണ്ട. അപ്പോൾ അത് ചെറിയുള്ളൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ട് നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചെറിയ കഷ്ണം ഇട്ടാൽ മതി. ഇനി അതൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടട്ടെ. അത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ട് വാടി വന്നിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ തക്കാളി ഇതൊക്കെ നല്ല വാടി വന്നിട്ട് എനിക്ക് പൊടികൾ ചേർക്കാനായിട്ട് മുന്നേ ഒരു 1/2 സ്പൂണ് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം. അത് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക.
ഇനി നമുക്കതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അര സ്പൂണ് മഞ്ഞൾപ്പൊടി, രണ്ട് ടീസ്പൂണ് മുളക് പൊടി. ഞാൻ ഇവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് വല്ലാണ്ട് എരിവുണ്ടാവില്ല, കളറുണ്ടാവും. നിങ്ങൾ സാധാ മുളക് പൊടി എടുക്കുമ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. ഞാൻ ഇവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ അത് പൊടികൾ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കി കൊടുക്കുക. ഈ വഴറ്റി വെച്ചതൊക്കെ ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം. നമുക്ക് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അരച്ചിട്ട് വരാം. ചൂടാറിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കണം. വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി അരയ്ക്കാം. അപ്പം അതാ നല്ലപോലെ അരച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ നോക്കാം. ഗ്യാസ് കത്തിക്കുക. പാത്രം ചൂടായിട്ട് വരട്ടെ. അത് പാത്രം ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അധികം വേണ്ട, അധികം ഇട്ട് കൊടുത്താൽ കയ്പ്പ് രസം ഉണ്ടാവും. ഉലുവ നല്ലപോലെ പൊട്ടി വരട്ടെ. അതിലേക്ക് പച്ചമുളക് നടു കീറിയത് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം അതൊക്കെ ചെറുതായി മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് അരച്ച് വെച്ചത് ഒഴിച്ചു കൊടുക്കാം.
ഇനി അതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടുള്ളൊരു കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ഒഴിച്ചെടുക്കണം. ഞാൻ ഇവിടെ വാളംപുളിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കുടംപുളിയൊക്കെ എടുക്കാം. പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തിളച്ച് വരട്ടെ. ഇതാ നമ്മുടെ ചാറൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മീനൊന്ന് വെന്ത് വരട്ടെ. പിന്നെ അധികം വേവൊന്നുമില്ല. നല്ല ഓവറായിട്ട് വേവിച്ചാൽ മീന് പൊടിഞ്ഞു പോവും. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. നല്ല വേവിച്ചാൽ മീനൊക്കെ പൊടിയും. മീനൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ഇപ്പം നമ്മുടെ മീൻ കറി റെഡി ആയിട്ട് മീനൊക്കെ നല്ല വെന്തുണ്ട്. ഇനി അധികം വേവിക്കണ്ട. വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ കുടയും. നമുക്ക് ഗ്യാസ് ഓഫാക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീൻകറിയാണ്. തേങ്ങ അരയ്ക്കാണ്ട് മീൻകറി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ വെച്ച നല്ല രസം ഉണ്ടാവും. അങ്ങനെ വെച്ച് നോക്കാം എല്ലാവരും. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ഇങ്ങനെ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.